Okay, so unaka. ഉണ്ടാക്കാം മോനെ Mushroom curry. മഷ്റൂം കറി മോനെ ഹെൽപ്പ് ചെയ്യാൻ നിൽക്കുക അമ്മ പോയി ടച്ച് ചെയ്യരുത് കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ മഷ്റൂം സ്റ്റൂ ഉണ്ടാക്കേണ്ടത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ടൈം ആയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. വേറെ വീഡിയോ റെഫറൻസ് ഒന്നുമില്ല. കറക്റ്റ് ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കുന്ന രീതിയിൽ ഞാൻ ഉണ്ടാക്കുന്ന ചിക്കൻ സ്റ്റൂവിൽ അതിൽ ചിക്കൻ റീപ്ലേസ് ചെയ്തിട്ട് മഷ്റൂം ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ ഉണ്ടാക്കുന്ന ചിക്കൻ സ്റ്റൂവിൽ പെപ്പർ പൗഡർ ആഡ് ചെയ്യാറില്ല, ഇതിൽ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഒരു പീസ് ബട്ടർ ഇട്ടിട്ട് മഷ്റൂം ചെറുതാക്കി അരിഞ്ഞതിട്ട് വേവിച്ചു. ഈ വെള്ളം സാധാരണ രീതിയിൽ ഞാൻ വറ്റിച്ചെടുക്കുകയും ചെയ്യാറ്. പക്ഷേ ഇന്നത്തെ ഒരു ചേഞ്ചിന് നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണല്ലോ, എല്ലാം ഒരു ട്രയലായിരുന്നു. ഞാൻ അതിൻ്റെ സ്റ്റോക്ക് എടുത്ത് മാറ്റി വെച്ചു, കാരണം വെള്ളം അത്ര അധികം വന്നിട്ടുണ്ടായിരുന്നു. അതങ്ങ് എടുത്ത് മാറ്റി വെച്ചിട്ട് വീണ്ടും ഒന്നും കൂടി ഒന്ന് മഷ്റൂംസ് ഒന്നും കൂടി ഒന്ന് എന്താ പറയുക ബാക്കിയുള്ള വെള്ളം കൂടി ഒന്ന് വറ്റിച്ചെടുത്തിട്ട് അത് മാറ്റി വെച്ചു. അതുപോലെ തന്നെ ബട്ടർ ഇട്ടിട്ട് ക്യാരറ്റും അതുപോലെ പൊട്ടേറ്റോയും ഇതേപോലെ നമ്മളൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം, ഓയിലോ എന്ത് വേണമെങ്കിലും ഇടാം. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള സവോളയും പിന്നെ സ്പൈസസ് ആയിട്ട് കറിയാമ്പൂ, ഏലക്ക, ഒരു കഷ്ണം പട്ടയിട്ട് നന്നായിട്ടൊന്ന് ഇത് വഴറ്റിയെടുക്കുക. വഴറ്റിയെടുത്തതിന് ശേഷം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റും കൂടി ഇട്ടിട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ പച്ചമണം മാറുന്ന വരെ വഴറ്റി കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ ഇതിൽ ഉപ്പിടാൻ, കാരണം മഷ്റൂംസൊക്കെ പെട്ടെന്ന് ഉപ്പ് പിടിക്കുന്നതായ കാരണം കൊണ്ട് ഉപ്പ് ശ്രദ്ധിച്ചിട്ട് വേണം ഇടാൻ. കുറച്ച് പെപ്പർ പൗഡർ ഇടാം. ഉമ്മടാ, അതെന്താന്നറിയോ, ലേസാക്ക് കുറച്ച്, നീ കൊറേ പറക്കി തന്നില്ലേ, ലേസാക്ക് ഇങ്ങനെ കുറച്ച് വെക്കാൻ വിചാരിച്ചു. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം വേവിച്ച് വെച്ച ഓരോ വെജിറ്റബിൾസ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ആദ്യം മാറ്റി വെച്ച മഷ്റൂമിൻ്റെ സ്റ്റോക്കും കൂടി ആഡ് ചെയ്തിട്ട് എല്ലാ വെജിറ്റബിൾസും അതിലൊന്ന് സോക്കായി എടുക്കുന്ന വരെ നമ്മളൊന്ന് അടച്ചു വെക്കാം. എന്നിട്ട് ഇതിലേക്ക് നമ്മുടെ കറിക്ക് ആവശ്യത്തിനുള്ള തേങ്ങാപ്പാലും കൂടി ഒഴിച്ച് അത് തിളപ്പെട്ടുന്നതിന് മുന്നായിട്ട് അത് ഓഫാക്കി വെക്കണം. എന്നിട്ട് ഇതിലേക്ക് താളിച്ച് ഒഴിക്കാം. നിങ്ങൾക്ക് ചെറിയുള്ളിയും കാഷ്നട്ടൊക്കെ ഒഴിക്കാം കേട്ടോ. ഞാൻ എൻ്റെ മടി കാരണം കൊണ്ട് വെറും കറിവേപ്പില മാത്രമാണ് താളിച്ച് ഒഴിച്ചേക്കുന്നത്. ആൻഡ് ഫൈനലി കറി റെഡിയാണ്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. മഷ്റൂമിൻ്റെ സ്റ്റോക്ക് മാറ്റി വെച്ചത് നല്ലൊരു ഐഡിയ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. നിങ്ങൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ